മലയാളിയുടെ ആഘോഷങ്ങൾക്ക് എപ്പോഴും മാറ്റുകൂട്ടുന്നത് സമൃദ്ധമായ ഓണസദ്യയാണ്. എന്നാൽ ഇത്തവണത്തെ ഓണക്കാലത്ത് റേഷൻ വിഹിതത്തെയും അരിവിലയെയും ചൊല്ലി വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നത്. എന്താണ് ഈ പ്രചാരണങ്ങൾക്ക് പിന്നിലെ വാസ്തവമെന്ന് പരിശോധിക്കാം. ഓണത്തോടനുബന്ധിച്ച് റേഷൻ അരിയുടെ വില കിലോയ്ക്ക് 10 രൂപയിൽ നിന്ന് 26 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. സാധാരണ നൽകി വരുന്ന റേഷൻ വിഹിതത്തിന്റെ അളവിലോ വിലയിലോ യാതൊരുവിധ വർധനവും വരുത്തിയിട്ടില്ല. ഓണക്കാലത്ത് വിപണിയിലെ അരിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് വാങ്ങി വിതരണം ചെയ്യുന്ന അധിക വിഹിതമായ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം അരിയാണ് കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. ഇതാണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായത്. കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ വിഹിതത്തിൽ ഉണ്ടാക്കിയ കുറവ് മൂലം സാധാരണ നൽകി വരാറുള്ള സ്പെഷ്യൽ അരി നൽകുന്നതിൽ പരിമിതി നേരിട്ടതോടെയാണ് ഉയർന്ന വില കൊടുത്ത് OMSS അരി വാങ്ങി ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്ര വിഹിതത്തിലെ കുറവുകൾക്കിടയിലും പൊതുവിതരണ ശൃംഖല വഴി ഓണക്കാലത്ത് 1.65 ലക്ഷം മെട്രിക് ടണ്ണിലധികം അരിയും 24,000 മെട്രിക് ടണ്ണിലധികം ഗോതമ്പുമാണ് വിതരണത്തിനായി എത്തിച്ചത്. ഇതനുസരിച്ച് മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 5 കിലോ വരെ ഗോതമ്പും അല്ലെങ്കിൽ കിലോയ്ക്ക് 7 രൂപ നിരക്കിൽ ആട്ടയും സൗജന്യ ഓണക്കിറ്റും ലഭിക്കും. പിങ്ക് കാർഡുകാർക്കാണെങ്കിൽ ആളൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും അല്ലെങ്കിൽ കിലോയ്ക്ക് 9 രൂപ നിരക്കിൽ ആട്ടയും കൂടാതെ 26 രൂപ നിരക്കിൽ 3 കിലോ OMSS അരിയും ലഭിക്കും. നീല കാർഡ് ഉടമകൾക്ക് ആളൊന്നിന് 4 രൂപ നിരക്കിൽ 2 കിലോ അരിയും 17 രൂപയ്ക്ക് 4 കിലോ ആട്ടയും ലഭിക്കും. ഒപ്പം സ്പെഷ്യൽ വിഹിതമായി കുടുംബത്തിന് 3 കിലോ അരി 2 കിലോ ഗോതമ്പ് കൂടാതെ 26 രൂപ നിരക്കിൽ 10 കിലോ OMSS അരിയും ലഭ്യമാകും. വെള്ള കാർഡുകാർക്ക് 10 രൂപ നിരക്കിൽ 7 കിലോ അരിയും 17 രൂപയ്ക്ക് 4 കിലോ ആട്ടയും ലഭിക്കുന്നതിനൊപ്പം സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പും 10 കിലോ OMSS അരിയും ലഭിക്കും. ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള തവിട്ട് കാർഡുകാർക്ക് റെഗുലർ വിഹിതത്തിന് പുറമെ 26 രൂപ നിരക്കിൽ 10 കിലോ OMSS അരിയും വിതരണം ചെയ്യുന്നുണ്ട്. തെറ്റായ പ്രചാരണങ്ങളിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആഘോഷകാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും റേഷൻ സാമഗ്രികൾ കൃത്യമായി എത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്.